കണ്ണൂരിലെ രക്തസാക്ഷികൾക്ക് വേണ്ടിയും രക്തസാക്ഷികളുടെ കുടുംബത്തിന് വേണ്ടിയും അവിടുത്തെ ഈ പീഡനങ്ങൾ അനുഭവിച്ച് പ്രവർത്തിക്കുന്ന അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയാണ്. അല്ലാതെ കുഞ്ഞികൃഷ്ണൻ്റെ അനുഭവമല്ല സുധാകരൻ പറയുന്നത്. രക്തസാക്ഷി ഫണ്ട് കട്ടുകൊണ്ട് പോയാൽ ഇപ്പം സുധാകരനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങളല്ല, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞങ്ങളാരും കമ്മിറ്റിയിലില്ല. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ഇന്ന് തീരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്റെ തീരുമാനമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അന്തിമ തീരുമാനം ഞാൻ ഒരു മാസം മുമ്പ് പറഞ്ഞ കേരളത്തിൽ ഉള്ള ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ. ആ ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുമാണ്. ആ ജീർണം സംഭവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജി സുധാകരൻ തിരുമാനമെടുത്തപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജി സുധാകരനെ സപ്പോർട്ട് ചെയ്താൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സുധാകരൻ്റെ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സുധാകരൻ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയാം. പാർട്ടി തീരുമാനിച്ചിട്ടില്ല സുധാകരനെ പിന്തുണ കൊടുക്കാൻ. സുധാകരന് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പിന്നെ എത്രയോ പേരെ ഇപ്പോൾ ചോദിച്ച പോലെ വിസ്മയം എന്ന് പറഞ്ഞ പോലെ എത്രയോ പേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവമൊന്നുമില്ല. എത്രയോ ആളുകൾ മാറ്റിക്കൊണ്ട് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരാനത്ത് സ്വാഭാവികമായും ചില പാർട്ടികൾക്കുണ്ടാകുന്ന പ്രതിസന്ധിയും അപജയങ്ങളുമൊക്കെ സ്വാഭാവികമായി സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ചില കാര്യമുണ്ട്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരു വൈകിട്ടുമില്ല. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. ഇന്നും നാളെയുമായി കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും. UDFന്റെ സ്ഥാനാർത്ഥികളുണ്ടോ? കാരണം ഇന്നലെ PJ ജോസഫ് പറഞ്ഞതല്ല. എന്തുമില്ല, ഒരു കീറാമുട്ടിയില്ല. ഒരു കീറാമുട്ടി ഇന്ന് തീരുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലമായിട്ടാണല്ലോ ജി സുധാകരൻ മാറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടാണോ ശംസുദ്ദീനെ മാറ്റിയത്? എത്രയോ നേതാക്കന്മാരെ അവർ കട്ട് ചെയ്തു. എന്തിനാണ് ടീച്ചറെ കൊണ്ട് മറ്റോടത്ത് കൊണ്ടിട്ടിരിക്കുന്നത്? തോക്കുന്ന സീറ്റ് കൊണ്ട് ടീച്ചർ ഇട്ടിരിക്കുന്നതിന് ആ പാർട്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ? ആ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പിണറായി സത്തിന്റെ ആധിപത്യമല്ലേ കാണിക്കുന്നത്? അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? കെ സുധാകരൻ ഒരിക്കലും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ സുധാകരൻ ഒരിക്കലും കേരളത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ ഈ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തനം കൊണ്ടും തീരുമാനിക്കുന്ന നേതാവായിരിക്കും ജി സുധാകരൻ. ജി സുധാകരന്റെ രാഷ്ട്രീയം അതാണ്.